രാജുവുമായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചിലവൊക്കെ കൂടുന്ന ആളാണ്, പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ശരിക്കും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിനിമ എടുക്കാൻ വേണ്ടി എനിക്ക് വേറെ ഒന്നും വേണ്ട, എപ്പോഴും ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായിട്ടൊന്നും വേണ്ട. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ച് നിന്ന് കൊടുക്കണം, എപ്പോഴും സന്തോഷത്തോടെ നിന്ന്. അപ്പം ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിൻ്റെ അടുത്ത് ഒരു അണ്ണൻ മുമ്പ് പൊക്കോ, ഞാൻ പുറകെ നിന്നോളാം. പക്ഷേ ആ പുറകെ നിൽപ്പ് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിടെ കയ്യിൽ നിന്ന് പോയി വേറൊരു തലത്തിൽ പോയി. പക്ഷേ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു. ആ ഭാഗ്യം തന്നതിന് ശേഷം എന്താ പറയുക, അപ്പം ഞാൻ ഇടയ്ക്ക് മുരളിച്ചേൻ്റെ അടുത്ത് ചോദിക്കും, ഈ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കും, എന്തോ എഴുതി വച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ രാജുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് പറയും, എന്നെ നോക്കിക്കോളണം കേട്ടോ എന്ന്. അങ്ങനെ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ സുപ്രിയയെക്കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ആൻ്റണി, 2 വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല, എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചങ്ങ് പോരെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് വേറൊരു സ്വപ്നം കണ്ട് മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ, എൻ്റെ ലാംഗ്വേജൊക്കെ ശരിയാണെന്ന് അറിയില്ല, ഒരു നെറുകയിൽ എത്താൻ പാകത്തിനുള്ള ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് എമ്പുരാൻ. അത് സംഭവിക്കും. രാജു അത് നിങ്ങൾക്ക് കഴിയും. ഈ സിനിമ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും അതിൽ മോഹൻലാൽ സാറ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ ശ്വാസവും വെച്ച് ഞാൻ രാജുവിൻ്റെ കൂടെ ഉണ്ടാകും.